ഹലോ, അസ്സലാമലൈക്കും. ആയിഷ ഹാഷിം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ നാട്ടിലൊരു ബത്തക്ക തോട്ടമുണ്ട്. ഇങ്ങനെ എല്ലാവരും പറയുന്നതായിട്ട് ഞാൻ യൂട്യൂബിലും ഇതിലും ഇൻസ്റ്റാഗ്രാമിലെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കണ്ടിട്ടില്ല. ഏതായാലും ഒന്ന് പോയി നോക്കട്ടെ. നമ്മുടെ മക്കളെല്ലാം ഉണ്ട്. മോളെ എക്സാം കഴിഞ്ഞ് ഇവരത് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മളൊന്ന് ഞായറാഴ്ച നാളെ കുട്ടികളുണ്ടാവില്ല. അപ്പോൾ ഒന്ന് പോയി നോക്കിയിട്ട് പറയാം. ഓക്കെ, ബൈ. ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുകയാണ്. ഇതാണ് റോഡ്. ഹൈവേന്ന് കയറി ഒരു ചെറിയ റോഡ് കയറണം. ആ റോഡ് കയറി നമ്മൾ അങ്ങോട്ട് പോകാന്ന്. അതിൻ്റെ കുട്ടികൾ മൂത്തമ്മയിലുണ്ട്. അവർ മുമ്പിൽ പോകുന്നുണ്ട്. ഇത് കണ്ട ഫുള്ള് വണ്ടി എത്തി. നമ്മളിതാ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ആൾക്കാരെല്ലാം കുറേ ഉണ്ട്. കണ്ടാ എത്രയോ ആൾക്കാർ, കുറേ വണ്ടിയുണ്ട്. പാർക്കിലെത്തി പോകാൻ കഴിയുന്നില്ല. നിർത്തി വെക്കാനൊന്നും നിറച്ചു ആൾക്കാരാണ്. നമ്മൾ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പോഴാണ് അറിഞ്ഞത്. മോള് കുട്ടിയും കൊണ്ട് കളിക്കല്ലോ. നല്ല പൂവെല്ലാം കാണുന്നുണ്ട്. ഇതിന് മഞ്ഞ ഓജെല്ലാം കണ്ടിട്ടുണ്ട്. ഇതിന് ആദ്യമായിട്ട് കാണുന്നത്. ഇതെല്ലാം പത്തൊക്കെയാണോ. കുറേ ആൾക്കാരുണ്ട്. ഇതിൻ്റെ ചെറിയ മഴ മണി നല്ല ചെണ്ടുമല്ലിയെല്ലാം കണ്ട അടിപൊളിയാണ്. കുറച്ച് ആൾക്കാരുണ്ട്. നമുക്കധികം വീഡിയോ എടുക്കാമല്ലോ അവരെ മുഖം വരുന്നതുകൊണ്ട്. എൻ്റെ മക്കൾ എറണാകുളത്ത് കയറിയിട്ടുള്ള ചെറിയവൻ പറഞ്ഞ് എറണാകുളത്ത് കയറണം എന്നാണ് വലിയവൻ കയറിയിട്ടുള്ള. നൂറു ഹായ് പറഞ്ഞേ. ഹായ്. അവന് സന്തോഷം കണ്ടോ. എത്രയോ ആൾക്കാർ പറയുമ്പോൾ ഞങ്ങളെ നാട്ടിൽ വെച്ചാൽ ഞങ്ങൾ ഇതൊന്നും അറിയില്ല. അതാണ് സംഭവം. ഇതിൻ്റെ ഏട്ടത്തിൻ്റെ മോളെ കുട്ടികളാണ്. അവർക്ക് എറണാകുളത്ത് കയറണമെന്ന് പറയുന്നത്. എൻ്റെ മോള് കയറ്റി കൊടുക്കാൻ പോകും. ഷാനി അങ്ങനെ എങ്ങനെയല്ലോ കയറി എൻ്റെ മോനാണ് കൈ പിടിച്ച് അവിടെ ഇരുത്ത്. അവിടെ ഇരുത്ത്. താഹാ മോനെ ഇരുത്ത്. വീണ് പോ താഹല്ലേ പിടിയാ കുട്ടികളെ പിടിയാ തേക്കാൻ വീണാക്കരുത്. ഷാനിക്ക് കയറണ അത് ഓടിക്കാവില്ലല്ലോ. മറ്റുള്ള ഓടി വരുന്നത് പഠിച്ചോനെ ഒന്നാടി ഇരുത്ത്. നിന്റെ ഒക്കെ നൂറാടി ഇരിക്കും. മെല്ലെ ഇരി മോള് വീണേക്കല്ലേ. അങ്ങനെ അതാ ജൈക തിരിച്ച്. കുഞ്ഞി ബത്തക്ക കാണാ. കുഞ്ഞി ബത്തക്ക കണ്ടാ കുഞ്ഞി ബത്തക്ക. പിന്നെ ചൈനീസ് ബത്തക്ക ഉണ്ട്. നൂറ് ഇങ്ങ ചോട്ടുണ്ടെങ്കിൽ ഓടിക്കളി. പിള്ളേരല്ലേ, പിള്ളേരെ കളി പറയണ്ട. ഭയങ്കര സന്തോഷം. മോൻ്റെ ചെരുപ്പെല്ലാം വീണുപോയി. ഇതായി പഠിച്ചോനെ മെല്ലനെ മോള് വീഡിയോ എടുക്കുന്ന ടപ്പാൻ്റെ മോളറിയാണ്ട് ഞാൻ എടുക്കുന്നു. എൻ്റെ മക്കൾക്ക് ഭയങ്കര കുറ്റക്കട. അങ്ങോടി ഇങ്ങോട്ടും കളിക്കുന്നുണ്ട്. ചെണ്ടുമല്ലി അങ്ങോട്ടുണ്ട് കണ്ടോ. ഇതങ്ങോളം വരെ പോകുന്നുണ്ട്. പിന്നെ അങ്ങനെല്ലാം ഉണ്ട് പത്തക്ക. നല്ല ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ അതെല്ലാം പത്തക്ക തോട്ടുന്നുണ്ട്. ഇന്ന് വേറെ ഉണ്ട്. അത് നിന്നെ കണ്ടോണ്ടിരിക്കും. ചന്ദ്രനെ കണ്ട ഇത്രയും സ്ഥലമുണ്ട്. ഓക്കെ, അവിടെ എന്താ രസം. മല്ലികപ്പൂ വീണിട്ട് ആടുന്ന പറിക്കുന്നത്. അടാ മൊത്തം മഞ്ഞ ഒത്തൊക്കെയാണ്. തൊലി മഞ്ഞ പോലും ഉള്ളിൽ ചോക്കല്ലേ മഞ്ഞപ്പത്. ഞാൻ വിചാരിച്ചു വേറെന്ത് മഞ്ഞ ഒത്തൊക്കെ ഇല്ല. അതായിട്ടാണ്. ഇത് സാധാ ഒത്തൊക്കെ തന്നെയാണ്. കളറ് ചുവപ്പ് തന്നെ ഉള്ളിലുണ്ട്. പുറത്തോല് മഞ്ഞ കളറ്. സാധാ ബത്തക്ക തന്നെ പോലും ചുവപ്പ്. കുറേ ബത്തക്ക പറിച്ച് വെച്ചിട്ടുണ്ട്. പോകുമ്പോൾ വാങ്ങണം. പിന്നെ ഇതൊന്ന് സംഭവം. ഇത് സ്ഥലം കണ്ണൂർ ജില്ലയിൽ പനേത്താംപറമ്പ് എന്ന സ്ഥലത്താണ്. പിന്നെ കുറച്ച് ഇങ്ങോട്ട് പനേത്താംപറമ്പ് കുറച്ച് താഴോട്ടേക്ക് വരണം. വണ്ടി സൗകര്യം റോഡെല്ലാം റോഡിനടുത്ത് തന്നെയാണ്. പിന്നെ നല്ല എനിക്ക് സങ്കടമാണ്. ഇത്രയും ഇതുണ്ടായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ എന്നൊരിത്. എങ്ങക്കാരുണ്ട്. നമ്മളെ നാടാണ്. നമ്മൾ തൊട്ട് ഇപ്പം അടുത്ത സ്റ്റോപ്പാണ്. പക്ഷെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇപ്പം നമുക്ക് വരാൻ പറ്റിയത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. വന്നില്ലെങ്കിൽ നഷ്ടമായിപ്പോയേനെ. ഇതെല്ലാം കാണുമ്പോൾ ഓരോ സ്ഥലത്ത് പറയുന്നത് കേട്ടില്ല. പോത്തിയിൽ അവിടെ ഇവിടെ എല്ലാം പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ. പക്ഷെ നമ്മളെ നാട്ടിലിങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ
നല്ല സന്തോഷം. ആരുണ്ടാക്കിയാണ് കാണാനും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ആവുമെന്ന് മനസ്സിലായി. എല്ലാവരും വരണം, കാണണം. പൈസയോ കാര്യമോ ഒന്നുമില്ല. നമ്മുടെ വണ്ടിൻ്റെ പൈസ ഉണ്ടാവും, പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ നമ്മുടെ നിന്ന് പുറത്തൊക്കെ കൊടുക്കുന്നുണ്ട്, നമ്മൾ വാങ്ങും പോകുമ്പോൾ. ഇവിടെ മഞ്ഞ വത്തക്ക ഉണ്ട് പോലും കേട്ടോ. അത് കണ്ട മഞ്ഞ വത്തക്ക ഇപ്പോൾ ആരോ പൊട്ടിച്ചിട്ടത്. പക്ഷെ മഞ്ഞ കളറുള്ളത് കാണുന്നത് അത് ചുവപ്പ് വത്തക്ക തന്നെയാണ്. പക്ഷേ ഈ പച്ച ഇത് വരുന്നുണ്ടോ മഞ്ഞ വത്തക്ക തന്നെയാണ്. അങ്ങനെ ഞാനും വാങ്ങി 2 വത്തക്ക കാണിച്ചു ഞാൻ. പിന്നെ മഞ്ഞ വത്തക്ക ഇല്ലയെന്നാണ് പറഞ്ഞത്, കഴിഞ്ഞു പോയി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഇത് വാങ്ങി 2. ഇത്താത്തയും അവരും വാങ്ങി. 100 അവിടെ നിൽക്ക്. ഞങ്ങൾ വത്തക്കെല്ലാം വാങ്ങി ഞങ്ങൾ കൊക്കായി വീട്ടിലേക്ക്. നേരം കുറേയായി. നമ്മളിതാ പോകാൻ ലേറ്റായി, രാത്രിയായി. നമ്മൾ വരാൻ കുറച്ച് ലേറ്റായി പോയിരുന്നു. ഇത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോക്കാണ്, ആൾക്കാരുടെ പോക്കാണ്. രാത്രിയായില്ലേ, ഇനി നമുക്ക് വത്തക്ക കൊടുക്കുമ്പോൾ കാണാം. നമ്മളിപ്പോൾ കൂടുതൽ ചോദിക്കാനാണ് നമ്മൾ ബസ് സ്റ്റോപ്പ് ഉണ്ടാകുക. നമ്മളെ ബസ് സ്റ്റോപ്പ് മത്സരം വെച്ചിട്ടാണ്. മൂത്തമ്മ ഇത്താത്തി അപ്പുറത്തെ റോഡ് പോയി ആരെ വശത്ത് അഞ്ചരക്കണ്ടി നോക്കുകയാണ്. നമ്മളിതാ നേരെയുള്ള വഴിയിലൂടെ പോയി. അവർ ഷോർട്ട് എടുത്തിട്ട് പോകാന്നെല്ലാം പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം ആരെ വശത്തെത്താന്ന്. നമ്മളിതാ കനാലിൻ്റെ മുകളിട്ടാണ് പോകുന്നത്. നല്ല രസമുണ്ട് കാണാൻ. ഇതാ ചന്ദ്രൻ നമ്മളെ തലൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. നല്ല തിളങ്ങി നിൽക്കുന്നതാണ്. കാട്ടുകൂടെ എത്തിയിട്ടുള്ള എന്താ അവസ്ഥ എന്നാണ് ഇതോടെ എത്താൻ നടക്കറില്ല. ഞാൻ ഇതുവരെയൊന്നും വന്നിട്ടില്ല. അങ്ങനെ നമ്മളെ നാട്ടിലുള്ള കടയിൽ വന്നതാണ്. ഇളാണ് പേര്. പിന്നെ അവിടെ നിന്ന് എല്ലാ സംഭവങ്ങളും ജ്യൂസ് എല്ലാം ചായ ഇതെല്ലാം ഉണ്ട്. നല്ല ഫ്രഷായിട്ടുള്ള നമ്മളിനി അവിടെ നിന്ന് കുടിക്കട്ടെ കേട്ടോ. ഞങ്ങളിപ്പോൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറിയിട്ടുള്ളത്. എല്ലാവരും കുടിച്ചിട്ടില്ല, കുടിക്കുമ്പോൾ കാണാം. ഇത് ചേട്ടത്തിൻ്റെ മോളെ കുട്ടിയാണ്. ഈ കുട്ടി മോളാണല്ലേ ചുണ്ടിരി. ഞാൻ ജ്യൂസ് തന്നു. നമ്മൾ ജ്യൂസ് കുറച്ച് കുടിച്ച് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ജ്യൂസ് കുറച്ചിട്ട് എൻ്റെ ചെറിയ മോൻ മറിച്ച് ചെയ്ത ഓനിക്ക് എത്തായിട്ട് ഇപ്പുറത്ത് നോക്കിയാണ്. മോൾ പിന്നെ വന്നിട്ടില്ല. അവർ കുടിക്കണം. ജ്യൂസ് തന്നു. വെച്ച് കഴിഞ്ഞ് എല്ലാവരും ഇവർക്ക് കൊടുക്കാം. ഇതായി വത്തക്ക മുറിച്ചോ. ഇതെണ്ണ ഒന്നും വല്ലാത്ത അവസ്ഥയല്ല മുറിച്ചിന്. തീരാത്ത 100 വേണോ അവത്തൊക്ക? കണ്ടല്ലോ വേണ്ടല്ലോ. എന്നാ ഷാനിക്ക് തന്നെ വേണ്ട. ഷാനിക്ക് ഉമ്മാക്കും വേണ്ടല്ലോ. മധുരം തരാ അത് പറയടാ. മധുരണ്ടോ? മധുരണ്ടോ? അങ്ങനെ ആവശ്യത്തിനുണ്ട് ഷാനി. ഓൻ വത്തക്കേൻ്റെ ആളാണ്. നല്ല മധുരമുണ്ട്. നമ്മൾ പീടികയെന്നെല്ലാം വാങ്ങുമ്പോൾ ചിലത് കളറുണ്ടാവും, ചിലത് കളറുണ്ടാവും. പിന്നെ ചിലത് മധുരം ഉണ്ടാവും, ചിലത് മധുരം ഉണ്ടാവും. പക്ഷെ ഇത് നല്ല മധുരമുണ്ട്.